അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം പിശാച് എങ്ങനെയാണ് ഒരാളുടെ ശരീരത്തിലേക്ക് കയറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളതാണ്. അതായത് അമിതമായിട്ടുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ, അതുപോലെ തന്നെ അമിതമായി ദേഷ്യപ്പെടുമ്പോൾ, അതുപോലെ തന്നെ അമിതമായ സങ്കടത്തിലിരിക്കുമ്പോൾ, അതുപോലെ അമിതമായ ഭയത്തിലിരിക്കുമ്പോഴൊക്കെ പിശാച് നമ്മുടെ ശരീരത്തിൽ കയറും. അതുപോലെ തന്നെ തെറ്റ് പാപങ്ങളിൽ നിരന്തരം മുഴുകുമ്പോഴും പിശാച് കയറും. ദൈവസ്മരണ, അള്ളാഹുവിൻ്റെ സ്മരണയെ തൊട്ട് പിന്മാറിക്കളയുമ്പോൾ, അതിൽ നിന്നും മറന്നു കളയുമ്പോൾ, അകലുമ്പോൾ പിശാച് പെട്ടെന്ന് സ്വാധീനം ചെലുത്തുന്നു. അതുപോലെ തന്നെ ശുദ്ധിയില്ലാത്ത അവസ്ഥയിൽ, മാനസികമായും ശാരീരികമായിട്ടുള്ള ശുദ്ധിയില്ലാത്ത അവസ്ഥയിൽ പിശാച് കയറും. മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ പിശാച് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കഴിവുണ്ട്. നിശ്ചയമായും പിശാച് മനുഷ്യൻ രക്തം ഓടുന്ന ഇടങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന പ്രവാചക വചനം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണീർ വഴിയും മറ്റുള്ളവർ ചെയ്യുന്ന സിഹ്ർ വഴിയും പിശാച് മനുഷ്യ ശരീരത്തിൽ കയറുകയും അവിടെ സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വഴികളിലൂടെ പിശാച് കയറും. ചില പിശാച്ചുകൾ, ജിന്ന് വർഗത്തിൽപ്പെട്ടതാണല്ലോ കയറുന്നത്. ഇഷ്ടപ്രകാരം ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയും, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇഷ്ടപ്പെട്ട് കയറുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവലുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ പിശാച് മനുഷ്യ ശരീരത്തിൽ കയറുകയും അവരുടെ ഇഷ്ടാനുസരണം മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവലുണ്ട്. ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് എപ്പോഴും വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എപ്പോഴും വൃത്തിയിലായിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സ്മരണയിലായിരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.